അപൂർവ രോഗബാധിതനായ 14-കാരൻ ഹരികൃഷ്ണനും കുടുംബത്തിനും വിഷുക്കൈനീട്ടമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. 2 സ്ത്രീകളുടെ നിശ്ചയദാർഢ്യമാണ് ഈ നിർധന കുടുംബത്തിന് നെടുംതൂണായത്. മമ്മിയൂർ കസ്തൂർബ ബാലിക സദനം റോഡിൽ പെരിങ്ങാടൻ കൃഷ്ണൻ പ്രസന്നകുമാരി ദമ്പതികളുടെ മകനാണ് ഹരികൃഷ്ണൻ. ജന്മന ഓട്ടിസം ബാധിതനും അപൂർവ അപസ്മാരത്തിന്റെ പിടിയിലുമായിരുന്ന ഹരികൃഷ്ണന്റെയും കുടുംബത്തിന്റെയും കഥനകഥ 3 വർഷം മുൻപ് TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിമാസം 6000 രൂപയാണ് ഹരികൃഷ്ണന്റെ ചികിത്സയ്ക്കായി വേണ്ടിവരുന്നത്. തെങ്ങുകയറ്റ തൊഴിലാളിയായ കൃഷ്ണന് വീഴ്ചയിൽ നട്ടലിന് ക്ഷതമേറ്റതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെയായി. ചെറുപ്പത്തിലെ പ്രമേഹബാധിതയായ പ്രസന്നകുമാരിക്കും കൃഷ്ണനും മരുന്നിനു മാത്രം ആഴ്ചയിൽ 2000 രൂപ വീതം വേണം. ബാലികാ സദനത്തിലേക്ക് ഗുരുവായൂർ ദേവസ്വം നൽകുന്ന സൗജന്യ ഭക്ഷണത്തിൽ നിന്ന് ഒരു വിഹിതം ലഭിച്ചിരുന്നതിനാലാണ് പട്ടിണി അറിയാതെ ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് ഇരുട്ടടിയായി 3 സെന്റിലെ മൺചുമർ വീട് 2 വർഷം മുൻപ് കാറ്റിലും മഴയിലും തകർന്നു വീണത്. ഉടുതുണിക്കും മറുതുണിയില്ലാതെയായ ഇവരെ പെരുവഴിയിലേക്ക് തള്ളിവിടാൻ വാർഡ് കൗൺസിലർ രേണുക ശങ്കരന്റെ മനസ്സ് അനുവദിച്ചില്ല. കൗൺസിലർ ഇവർക്ക് വാടക വീട് സംഘടിപ്പിച്ചു നൽകി. കൗൺസിലറുടെ ഓണറേറിയത്തിൽ നിന്ന് ഒരു വിഹിതം വാടകയ്ക്ക് വേണ്ടി നീക്കിവെച്ചു. കൗൺസിലറുടെ പ്രയത്നത്തിന്റെ ഫലമായി ഇവരെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണം ആരംഭിച്ചു. സിവിൽ എഞ്ചിനീയറായ നിഷ വർമ്മയെയും കൂട്ടുപിടിച്ച് കൗൺസിലർ വാർഡിലെ സുമനസ്സുകളുടെ സഹായത്തോടെ 2 വർഷം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിച്ചു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും വാങ്ങി നൽകി. വിഷുദിനത്തിൽ രാവിലെ ലളിതമായ ചടങ്ങിൽ വീടിന്റെ താക്കോൽ കൈമാറി പാലുകാച്ചലും നടന്നു. രാഷ്ട്രീയം മറന്ന് തങ്ങളെ ചേർത്ത് പിടിച്ച കൗൺസിലർക്കും സിവിൽ എഞ്ചിനീയർക്കും നന്ദി പറയാൻ വാക്കുകളില്ലാതെ കൃഷ്ണനും പ്രസന്നകുമാരിയും വിതുമ്പി. നമ്മളെ ഈ വീട് ഇത്രയും ബുദ്ധിമുട്ടി ടീച്ചർ നമുക്ക് സഹായം തന്നത്, നമ്മളെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും PMI വഴിയുടെ കുറച്ച് പൈസ ഞങ്ങൾക്ക് പാസ്സായി. അപ്പൊ ടീച്ചർ ഞങ്ങൾക്കത് നടത്താൻ പറ്റാത്തൊരവസ്ഥ തന്നെ ടീച്ചർ കൗൺസിലർ അത് ഏറ്റെടുത്ത്, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ തന്നെ വീട് ഞാനത് നിവർത്തിച്ച് തരാം, മോന്റെ വയ്യായുടെ കാര്യങ്ങൾ ആലോചിച്ച് ടീച്ചർ അത് ഏറ്റെടുത്ത് ഇതുവരെ ഞങ്ങളെ വീട് ഇത്രയും ഭംഗിയായി ടീച്ചർ അത് നിവർത്തിച്ച് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയായതുകൊണ്ട് മാത്രം തങ്ങളുടെ ഉത്തരവാദിത്തം അവസാനിച്ചിട്ടില്ലെന്നും ഇവർക്ക് തുടർന്നും ആശ്രയമാകുമെന്നും രേണുകയും നിഷയും ഒരേ സ്വരത്തിൽ പറയുന്നു. 2 വർഷത്തെ പരിശ്രമം മുഴുവനായി നമുക്ക് കൃഷ്ണേട്ടനെയും ഹരിയെയും അവരുടെ കുടുംബത്തിനെ നമുക്ക് പുതിയ വീട്ടിലേക്ക് മാറ്റാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ്. നമുക്ക് കുറച്ച് ബാധ്യതകൾ കൂടി ബാക്കിയുണ്ടെങ്കിലും ഇനിയും തുടർന്ന് ആ കുടുംബത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ആകെ പറയാനുള്ളത്. ഹരികൃഷ്ണനും കുടുംബത്തിനും വിഷുക്കൈനീട്ടവും പുടവയും സമ്മാനിച്ചാണ് ഇരുവരും മടങ്ങിയത്. സ്വന്തം വീട്ടിൽ ഹരികൃഷ്ണനും കുടുംബവും വിഷുസദ്യയുണ്ടപ്പോൾ നിറഞ്ഞത് രേണുകയുടെയും നിഷയുടെയും മനസ്സാണ്. രാഷ്ട്രീയ വേർതിരിവില്ലാതെ നിർധന കുടുംബത്തെ ചേർത്ത് പിടിച്ച് മാതൃകാ പ്രവർത്തനം നടത്തിയ മഹിളകൾക്ക് നാടിൻ്റെ അഭിനന്ദന പ്രവാഹമായി. TCV ന്യൂസ്, ഗുരുവായൂർ.